ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ 10th മെയിൻസ് ഹോട്ട് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ എന്ന ഭാഗമാണ് റിവൈസ് ചെയ്യുന്നത്. മനുഷ്യാവകാശ കമ്മീഷനിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും പഠിക്കേണ്ടതുണ്ട്. ഏതൊരു എക്സാമിനും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഭാഗമാണ് ഇത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 1948 ഡിസംബർ 10 ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നു. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ലോക മനുഷ്യാവകാശ ദിനമായി ഡിസംബർ 10 ആചരിക്കുന്നത്. 1950 മുതലാണ് ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനമായി ആചരിച്ചു തുടങ്ങിയത്. പോയിന്റ് കിട്ടിയല്ലോ. 1948 ഡിസംബർ 10 ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം നടക്കുന്നത്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനമായി ആചരിച്ചു തുടങ്ങി. എന്നു മുതൽ? 1950 മുതൽ. ഇനി നമുക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് നോക്കാം. ഇന്ത്യയിൽ മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷകൻ അല്ലെങ്കിൽ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നെല്ലാം അറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി? പാർലമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു നിയമം അനുസരിച്ച് നിലവിൽ വന്ന സ്ഥാപനമാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത്. ഓക്കെ, നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അത് പാർലമെൻറ്റിൻ്റെ ഒരു നിയമം അനുസരിച്ച്, ഏത് നിയമം അനുസരിച്ച്? നമ്മളിപ്പോൾ പറഞ്ഞ മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുസരിച്ച് നിലവിൽ വന്ന സ്ഥാപനമാണ്. അതുകൊണ്ട് അതിനെ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭരണഘടനയിലെ ഏതെങ്കിലും ഒരു ആർട്ടിക്കിൾ പ്രകാരം നിലവിൽ വന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അതിനെ കോൺസ്റ്റിറ്റ്യൂട്ടറി ബോഡി എന്ന് പറയും. ഓക്കെ, ഇലക്ഷൻ കമ്മീഷൻ എന്താണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. നമ്മൾ അതിൻ്റെ ആർട്ടിക്കിൾസ് ഒക്കെ പഠിക്കുന്നില്ലേ? ഇനി നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണെന്ന് പറഞ്ഞാലോ? അതും ഒരു പോയിന്റാണ്. ക്വാസി ജുഡീഷ്യൽ ബോഡി എന്തെന്നാൽ ചില സാഹചര്യങ്ങളിൽ മാത്രം ഒരു സിവിൽ കോടതിയുടെ അധികാരം ആർക്കുണ്ട്? നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷന് ഉണ്ട്. ചില സാഹചര്യങ്ങളിൽ മാത്രം കോടതിയുടെ അധികാരമുള്ളത് കൊണ്ട് ഇതിനെ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡി എന്നുകൂടി നമുക്ക് പറയാം. നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? മാനവ് അധികാർ ഭവനാണ്. മാനവ് അധികാർ ഭവൻ. മുൻപ് ഇത് പട്ടേൽ ഭവനായിരുന്നു. ന്യൂഡൽഹിയിലാണ്. മാനവ് അധികാർ ഭവനാണ് NHRCയുടെ ഒഫീഷ്യൽ ആസ്ഥാനം എന്ന് പറയുന്നത്. മാനവ് അധികാർ ഭവൻ. എന്താണ് ആപ്തവാക്യം? സർവഭവന്തു സുഖിനോ. സർവഭവന്തു സുഖിനോ എന്നാണ് NHRCയുടെ ആപ്തവാക്യം. ഓക്കെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ആകെ എത്ര അംഗങ്ങളുണ്ട്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ 13 അംഗങ്ങൾ, അതായത് 6 സ്ഥിര അംഗങ്ങളും 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങളുമാണ് ഉള്ളത്. ഇനി നമുക്ക് ഈ സ്ഥിര അംഗങ്ങളുടെ യോഗ്യത എന്തൊക്കെയാണെന്ന് നോക്കാം. 6 സ്ഥിരാംഗങ്ങളുണ്ട്, ഒരാൾ ചെയർമാനും ബാക്കി 5 അംഗങ്ങളും. ആദ്യം ചെയർമാൻ്റെ യോഗ്യത എന്താണെന്ന് നോക്കാം. ചെയർമാൻ ഒരു റിട്ടയേർഡ് സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം, അല്ലെങ്കിൽ സുപ്രീം കോർട്ട് ജഡ്ജായിരിക്കണം. റിട്ടയേർഡ് സുപ്രീം കോർട്ട് ജഡ്ജായിരിക്കണം, അല്ലെങ്കിൽ റിട്ടയേർഡ് സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം ചെയർമാൻ. നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ 6 സ്ഥിരാംഗങ്ങളിൽ 1+5 ആണ്. ഒരു ചെയർമാനും 5 സ്ഥിരാംഗങ്ങളും. അതിലെ ഈ ചെയർമാൻ്റെ യോഗ്യത എന്ന് പറയുന്നത് റിട്ടയേർഡ് സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം, അല്ലെങ്കിൽ റിട്ടയേർഡ് സുപ്രീം കോർട്ട് ജഡ്ജായിരിക്കണം. ഇനി ബാക്കിയുള്ള 5 അംഗങ്ങളിൽ ആദ്യത്തെയാൾ സുപ്രീം കോർട്ട് ജഡ്ജ് അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജായിരിക്കണം. ഓക്കെ, ബാക്കിയുള്ള 5 അംഗങ്ങളിൽ ആദ്യത്തെയാൾ സുപ്രീം കോർട്ട് ജഡ്ജായിരിക്കണം, അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജായിരിക്കണം. രണ്ടാമത്തെ ആൾ ഹൈക്കോർട്ട് ജഡ്ജായിരിക്കണം, അല്ലെങ്കിൽ മുൻ ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. ഓക്കെ, ഹൈക്കോർട്ട് ജഡ്ജായിരിക്കണം, അല്ലെങ്കിൽ മുൻ ഹൈക്കോർട്ട് ചീഫ് ജഡ്ജായിരിക്കണം. മൂന്നാമത്തെ ആൾ മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രായോഗിക അറിവ് ഉള്ള ആളായിരിക്കണം. ഇതിൽ തന്നെ ഒരാൾ വനിതയായിരിക്കണം. ക്ലിയർ ആണല്ലോ? ഈ അവസാനത്തെ 3 പേരെ പറഞ്ഞതിൽ മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട അറിവുള്ള ആളുകളിൽ ഒരാൾ നിർബന്ധമായും വനിതയായിരിക്കണം. അപ്പോൾ ചെയർമാൻ ആരായിരിക്കണം? റിട്ടയേർഡ് സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസോ റിട്ടയേർഡ് സുപ്രീം കോർട്ട് ജഡ്ജോ ആയിരിക്കണം.
ബാക്കി 5 അംഗങ്ങളിൽ ആദ്യത്തെ ആൾ സുപ്രീം കോടതി ജഡ്ജ് അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജോ ആയിരിക്കണം. രണ്ടാമത്തെ ആൾ ഹൈക്കോടതി ജഡ്ജോ അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജഡ്ജോ ആയിരിക്കണം. ബാക്കിയുള്ള 3 പേര് മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രായോഗിക അറിവുള്ളവരായിരിക്കണം. അതിൽ തന്നെ ഒരാൾ വനിതയായിരിക്കണം. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ബാക്കിയുള്ള 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങളുണ്ട്. ഈ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ആരൊക്കെയായിരിക്കണം? ഫസ്റ്റ് വൺ, ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അധ്യക്ഷനുണ്ടായിരിക്കണം. ദേശീയ പട്ടികജാതി കമ്മീഷൻ അധ്യക്ഷൻ. 2, ദേശീയ പട്ടികവർഗ കമ്മീഷൻ അധ്യക്ഷൻ. 3, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷൻ. 4, ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷൻ. 5, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ അധ്യക്ഷൻ. 6, ദേശീയ ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷൻ. 7, ഭിന്നശേഷി കമ്മീഷൻ അധ്യക്ഷൻ. ദേശീയ ഭിന്നശേഷി കമ്മീഷൻ അധ്യക്ഷൻ ഏതൊക്കെയാണ്? പട്ടികജാതി, പട്ടികവർഗ, ന്യൂനപക്ഷ, വനിതാ, പിന്നോക്ക വിഭാഗ, ബാലാവകാശ കമ്മീഷൻ, ഭിന്നശേഷി കമ്മീഷൻ. ഇത്രയും കമ്മീഷനിലെ അധ്യക്ഷന്മാരായിരിക്കും ഈ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിട്ടുള്ള ബാക്കിയുള്ള 7 പേര്. ഭാഗത്ത് നിന്ന് ചോദ്യം വന്നിട്ടുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? സെക്രട്ടറി ജനറലാണ്. സെക്രട്ടറി ജനറലാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത്. ഇനി ഈ 6 സ്ഥിര അംഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ഈ 6 സ്ഥിര അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് ഒരു സമിതിയുണ്ട്. ആ സമിതിയിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണെന്ന് നോക്കാം. ക്ലിയർ ആയല്ലോ? നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനിൽ 6 സ്ഥിരാംഗങ്ങളും 7 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സും ഉണ്ട്. ഈ 6 സ്ഥിരാംഗങ്ങളെ തിരഞ്ഞെടുക്കാനായിട്ട് ഒരു സമിതിയുണ്ട്. ആ സമിതിയിൽ ആരൊക്കെയാണുള്ളതെന്ന് നോക്കാം. ആദ്യത്തെ ആൾ പ്രധാനമന്ത്രി. പ്രധാനമന്ത്രിയായിരിക്കും ഈ ഒരു സമിതിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. 2, കേന്ദ്ര ആഭ്യന്തരമന്ത്രി. 3, ലോകസഭാ സ്പീക്കർ. 4, ലോകസഭ പ്രതിപക്ഷ നേതാവ്. 5, രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ്. 6, രാജ്യസഭ ഉപാധ്യക്ഷൻ. ഇത്രയും പേരടങ്ങുന്ന ഈ സമിതിയാണ് ഈ 6 സ്ഥിര അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ആരൊക്കെയാണ് സമിതിയിലെ അംഗങ്ങൾ? ഒന്നുകൂടി നോക്കാം. പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുള്ള സമിതിയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ലോകസഭാ സ്പീക്കർ, ലോകസഭ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭ ഉപാധ്യക്ഷൻ എന്നിവരടങ്ങുന്ന 6 അംഗ സമിതിയാണ് NHRCയുടെ 6 സ്ഥിരാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഇനി ഈ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥിരാംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷം അഥവാ 70 വയസ്സ്. ഏതാണോ ആദ്യം തികയുന്നത് അതാണ് അവരുടെ കാലാവധി. ഒന്നുകിൽ 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഇനി ഈ NHRC സ്ഥിരാംഗങ്ങൾക്ക് കാലാവധിക്ക് ശേഷം പുനർനിയമനം നടത്താം. അവരെ വീണ്ടും ഈ പോസ്റ്റിലേക്ക് തന്നെ അപ്പോയിന്റ് ചെയ്യാം. പക്ഷേ അവർക്ക് ഒരു കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന പദവി വഹിക്കാൻ, ഏതൊരു കേന്ദ്ര സംസ്ഥാന പദവി വഹിക്കാൻ അവർക്ക് സാധ്യമല്ല. അവർക്ക് ഈ NHRCയിൽ തന്നെ വീണ്ടും തുടരാം, പുനർനിയമനം നടത്തിക്കൊണ്ട് തുടരാം. അല്ലാതെ മറ്റൊരു പദവിയും വഹിക്കാനായിട്ട്, മറ്റൊരു കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ പദവി വഹിക്കാൻ അവർക്ക് യോഗ്യത ഉണ്ടായിരിക്കുന്നതല്ല. ഇനി ഈ അംഗങ്ങളെയൊക്കെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. നിയമിക്കുന്ന രാഷ്ട്രപതിയാണെങ്കിൽ നീക്കം ചെയ്യുന്നതും ആര് തന്നെയാണ്? രാഷ്ട്രപതിയാണ് ഈ കേസിൽ. ഓക്കെ, നിയമിക്കുന്ന രാഷ്ട്രപതിയാണ്, ഇവിടെ നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. നിയമിക്കുന്ന രാഷ്ട്രപതിയാണെങ്കിൽ രാജിക്കത്ത് കൊടുക്കുന്നതും ആർക്ക് തന്നെ? രാഷ്ട്രപതിക്ക് തന്നെ. അതുപോലെ ഈ NHRC, നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ, വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. കേന്ദ്ര ഗവൺമെൻറ്റിനാണ് ഇവർ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അതുപോലെ ഈ സ്ഥിരാംഗങ്ങളെ തിരഞ്ഞെടുത്തു, അവരെ പിന്നീട് ഇവിടുന്ന് മാറ്റണം, അല്ലെങ്കിൽ എന്തിൻ്റെ പേരിലാണ് അവരെ മാറ്റുക? അവർക്ക് പെരുമാറ്റ ദൂഷ്യം, അല്ലെങ്കിൽ അവരെ തിരഞ്ഞെടുത്ത ആ ഒരു പോസ്റ്റിലേക്ക് അവർക്ക് നിലനിന്ന് പോകാനുള്ള കഴിവില്ലായ്മ, അതാണ് നീക്കം ചെയ്യാനുള്ള കാരണങ്ങൾ. ഇവരെ പെട്ടെന്നൊന്നും അങ്ങനെ നീക്കം ചെയ്യാനായിട്ട് സാധിക്കില്ല, ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെയർമാൻമാരെ കുറിച്ച് നോക്കാം. NHRCയുടെ, നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരാണ്? PSCയുടെ ഒരു ഇഷ്ട ചോദ്യമാണ്. രംഗനാഥ മിശ്രയാണ്. നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ രംഗനാഥ മിശ്ര. അതുപോലെ NHRCയിൽ അംഗമായ ആദ്യ മലയാളി ആരാണ് എന്ന് ചോദിച്ചാലും, അതുപോലെ ആദ്യ മലയാളി വനിതാ ജസ്റ്റിസ് ആരാണെന്ന് ചോദിച്ചാലും ഫാത്തിമ ബീവി എന്നാണ് ഉത്തരം. ഓക്കെ, NHRCയിൽ ആദ്യ മലയാളി വനിതാ ജസ്റ്റിസാണ് ഫാത്തിമ ബീവി. ഈ ഭാഗത്ത്
ഫാത്തിമ ബീവിയുടെ ജീവചരിത്രത്തെക്കുറിച്ചൊരു ചോദ്യം, ഒരു കറണ്ട് അഫെയർ ഫാക്റ്റാണ്. അപ്പോൾ ഫാത്തിമ ബീവിയുടെ ജീവചരിത്രം KT അഷ്റഫ് എന്നൊരു വ്യക്തി എഴുതിയിട്ടുണ്ട്. നീതിയുടെ ധീരസഞ്ചാരം എന്നാണ് ഈ ജീവചരിത്രത്തിൻ്റെ പേര്. ഓക്കെ, PYQ ആണ്. നീതിയുടെ ധീരസഞ്ചാരം എന്ന ഫാത്തിമ ബീവിയുടെ ജീവചരിത്രം എഴുതിയത് ആര്? KT അഷ്റഫ്. ഇങ്ങനെയും ചോദിക്കാം. KT അഷ്റഫിൻ്റെ നീതിയുടെ ധീരസഞ്ചാരം ആരെക്കുറിച്ചുള്ള കൃതിയാണ്? ആരെക്കുറിച്ചാണ്? ഫാത്തിമ ബീവിയുടെ ജീവചരിത്രമാണ്. ഓക്കെ, ഇനി അടുത്ത പോയിന്റിലോട്ട് വരാം. ആദ്യത്തെ മലയാളി ജസ്റ്റിസാണ് KG ബാലകൃഷ്ണൻ. ആദ്യത്തെ മലയാളി ജസ്റ്റിസാണ് KG ബാലകൃഷ്ണൻ. ഇദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ കാലം NHRCയുടെ ചെയർമാനായിട്ടിരുന്ന വ്യക്തി. നിലവിലെ ചെയർമാൻ ആരാണ്? നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് V രാമസുബ്രഹ്മണ്യനാണ് അല്ലേ. 9ാമത്തെ ചെയർമാനാണ്. നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് V രാമസുബ്രഹ്മണ്യനാണ്. ഇനി നമുക്ക് 9 ചെയർമാൻമാരുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ആരൊക്കെയാണെന്ന് നോക്കി വയ്ക്കാം. 9 പേരല്ലേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ ആൾ രംഗനാഥ മിശ്ര, 2 MN വെങ്കിടാചെല്ലയ്യ, 3 JS വർമ്മ, 4 AS ആനന്ദ്, 5 S രാജേന്ദ്ര ബാബു, 6 KG ബാലകൃഷ്ണൻ, 7 HL ദത്തു, 8 അരുൺകുമാർ മിശ്ര, 9 V രാമസുബ്രഹ്മണ്യൻ. രംഗനാഥ മിശ്ര, MN വെങ്കിടാചെല്ലയ്യ, JS വർമ്മ, AS ആനന്ദ്, S രാജേന്ദ്ര ബാബു, KG ബാലകൃഷ്ണൻ, HL ദത്തു, അരുൺകുമാർ മിശ്ര, V രാമസുബ്രഹ്മണ്യൻ. അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് ഇങ്ങനെ തന്നിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആവാത്ത വ്യക്തി ആരാണ് എന്നൊക്കെ ചോദ്യം വരാം. അപ്പോൾ നോട്ട് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെയും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെയും ചുമതലകൾ സെയിം ആണ്. അപ്പോൾ രണ്ടിനും കൂടിയാണ് ഈ ഒരു പോയിന്റ്സ് പഠിക്കേണ്ടത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലകൾ ഏതെന്ന് ചോദിച്ചാലും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലകൾ ഏതെന്ന് ചോദിച്ചാലും സെയിം ആണ്. ഒരു 8ഓളം പോയിന്റ്സുകൾ പഠിക്കണം. നോക്കാം, ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ, മനുഷ്യാവകാശ സംബന്ധമായ കാര്യങ്ങളിൽ സമൂഹത്തിൽ ധാരണ ഉണ്ടാക്കി വെക്കുക. ഓക്കെ, മനുഷ്യാവകാശ സംബന്ധമായ കാര്യങ്ങളിൽ സമൂഹത്തിൽ ജനങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. 2, മനുഷ്യാവകാശ സംബന്ധമായ കാര്യങ്ങളിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുക. മനുഷ്യാവകാശ സംബന്ധമായ കാര്യങ്ങളിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതൊരു പോയിന്റാണ്. 3ാമത്തേത്, മനുഷ്യാവകാശ സംബന്ധമായ കാര്യങ്ങളിൽ ഗവേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. മനുഷ്യാവകാശ സംബന്ധമായ കാര്യങ്ങളിൽ ഗവേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. 4, മനുഷ്യാവകാശ സംബന്ധമായ കാര്യങ്ങളിൽ നിർദ്ദേശങ്ങൾ സർക്കാരിന് നൽകുക. ഓക്കെ, ഈ ഭാഗത്ത് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സർക്കാരിന് നൽകുക. അതുപോലെ മനുഷ്യാവകാശ സംബന്ധമായ കാര്യങ്ങളിലുള്ള പരാതിയിന്മേൽ അന്വേഷണം നടത്തുക. ഓക്കെ, മനുഷ്യാവകാശ സംബന്ധമായ കാര്യങ്ങളുടെ മേൽ വരുന്ന പരാതികളിൽ അന്വേഷണം നടത്തുക എന്നതും NHRCയുടെയും SHRCയുടെയും ചുമതലയാണ്. അപ്പോൾ NHRCയിൽ ഇവിടെ വരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ DGP റാങ്കിലുള്ള വ്യക്തിയായിരിക്കണം. ഓക്കെ, നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ആണെങ്കിൽ ഈ ഭാഗത്തുള്ള പരാതികൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഭാഗത്തൊരു അന്വേഷണ ഉദ്യോഗസ്ഥൻ വേണം. ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ DGP റാങ്കിലുള്ള ഒരാളായിരിക്കണം. എന്നാൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ IG റാങ്കിലുള്ള വ്യക്തിയായിരിക്കണം. നോട്ട് ചെയ്ത് വയ്ക്കണേ. നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ആണെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു DGPയുടെ റാങ്കിലുള്ള വ്യക്തിയായിരിക്കണം. എന്നാൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ IG റാങ്കിലുള്ള വ്യക്തിയായിരിക്കണം. അടുത്തത്, ജയിൽ ജീവിതം സംബന്ധിച്ച പഠനം നടത്തി സർക്കാരിന് ശുപാർശ നൽകുക. അതായത് ജയിലിലുള്ള തടവുകാരുടെ ജീവിതം സംബന്ധിച്ച് പഠനം നടത്തി സർക്കാരിന് ശുപാർശ നൽകുക എന്നുള്ളത് അവരുടെ മറ്റൊരു ചുമതലയാണ്. ഇനി മനുഷ്യാവകാശ സംബന്ധമായ ഭരണഘടനാ വകുപ്പുകൾ മനസ്സിലാക്കുകയും ഈ വകുപ്പുകളിലേക്ക് ആവശ്യമായ ഭേദഗതികൾക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുക എന്നതും ഈ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലയാണ്. മനുഷ്യാവകാശ സംബന്ധമായ ഭരണഘടനാ വകുപ്പുകൾ മനസ്സിലാക്കുകയും ആ ഭാഗത്ത് എന്തെങ്കിലും ഭേദഗതികൾ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പാർലമെൻറ്റ് സർക്കാരിന് നിർദ്ദേശം നൽകുക എന്നുള്ളതുമാണ് അവരുടെ ഡ്യൂട്ടി. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു 1993 സെപ്റ്റംബർ 28 മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപം കൊണ്ടത് എന്ന്. അപ്പോൾ ഈ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൽ മൊത്തം 8ഓളം ചാപ്റ്റേഴ്സാണുള്ളത്.
അതിൽ രണ്ടാമത്തെ ചാപ്റ്ററിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. രണ്ടാമത്തെ ചാപ്റ്റർ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. അതുപോലെ അവരുടെ ചുമതലകളെക്കുറിച്ച് പറയുന്നത്, ചുമതലകൾ, അധികാരങ്ങൾ എന്നിവയെക്കുറിച്ച് പറയുന്നത് അധ്യായം 3-ലാണെന്ന് ഓർത്തു വയ്ക്കുക. അധ്യായം 5-ലാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. അതുപോലെ അധ്യായം 6-ൽ മനുഷ്യാവകാശ കോടതികളെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ 4 പോയിന്റ്സ് മാത്രം ഓർത്തിരുന്നാൽ മതി. മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൽ മൊത്തം 8 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ രണ്ടാമത്തെ ചാപ്റ്ററിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അധ്യായം 3-ലാണ് കമ്മീഷന്റെ ചുമതലകളും അധ്യായങ്ങളും പറയുന്നത്. ദെൻ ചാപ്റ്റർ 5-ല് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നു. അധ്യായം 6-ല് മനുഷ്യാവകാശ കോടതികളെക്കുറിച്ചാണ് പറയുന്നത്. ഇനി നമുക്ക് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് വരാം. അതിനു മുമ്പ് പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടനയുണ്ട്. പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടി അഥവാ PUCL. അതായത് ഇന്ത്യയിൽ മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ സംഘടനയാണ് പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടി. ദേശീയ തലത്തിൽ മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഈ സംഘടന എസ്റ്റാബ്ലിഷ് ചെയ്തത് ജയപ്രകാശ് നാരായൺ ആണ്. ജയപ്രകാശ് നാരായൺ 1976-ലാണ് ജയപ്രകാശ് നാരായൺ ഈ ഒരു സംഘടന കൊണ്ടുവരുന്നത്. പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടി ദേശീയ തലത്തിൽ മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് PUCL അഥവാ പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടി. ഓക്കെ, ജയപ്രകാശ് നാരായണനാണ് ഇത് സ്ഥാപിച്ചത്. 1976-ലാണ്. PYQ ആണ് കേട്ടോ. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് വരാം. എന്നാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നത്? 1998 ഡിസംബർ 11. 1998 ഡിസംബർ 11-നാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത്. അല്ലേ, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത്. ഇതിൽ 3 അംഗങ്ങളാണ് ഉള്ളത്. ഒരു ചെയർമാനും മറ്റു 2 വ്യക്തികളും. അപ്പോൾ ഈ ചെയർമാൻ്റെ യോഗ്യത എന്ന് പറയുന്നത് എന്താണ്? ഹൈക്കോർട്ട് റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം, അല്ലെങ്കിൽ ഹൈക്കോർട്ട് ജഡ്ജായിരിക്കണം. ഹൈക്കോർട്ട് റിട്ടയർഡ് ജഡ്ജായിരിക്കണം, അല്ലെങ്കിൽ ഹൈക്കോർട്ട് റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം എന്ന് ഓർത്ത് വയ്ക്കുക. മറ്റ് 2 അംഗങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഒരാൾ ഹൈക്കോർട്ട് ജഡ്ജായിരിക്കണം, അല്ലെങ്കിൽ റിട്ടയർഡ് ഹൈക്കോർട്ട് ജഡ്ജായിരിക്കണം. ഇനി മൂന്നാമത്തെ വ്യക്തിയോ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് അറിവുള്ള ഒരു അംഗമായിരിക്കണം. ഈ 3 അംഗങ്ങളെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സെലക്ഷൻ സമിതിയുണ്ട്. ഈ സെലക്ഷൻ സമിതിയിൽ ആരൊക്കെയാണ് അംഗങ്ങൾ? നമ്മൾ ഓൾറെഡി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ 6 അംഗങ്ങളെ നിയമിക്കുന്നതിന് ഒരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ട്. പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുള്ള ഒരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നതിന് ഒരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ട്. 4 അംഗങ്ങൾ അടങ്ങുന്ന സെലക്ഷൻ കമ്മിറ്റിയാണ്. അതിൽ മുഖ്യമന്ത്രിയാണ് അധ്യക്ഷനായിട്ട് വരുന്നത്. മുഖ്യമന്ത്രിയെ കൂടാതെ സംസ്ഥാന ആഭ്യന്തരമന്ത്രി, സംസ്ഥാന നിയമസഭാ സ്പീക്കർ, സംസ്ഥാന നിയമസഭ പ്രതിപക്ഷ നേതാവ് എന്നിവരാണ് ഈ സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗങ്ങൾ. ഒന്നുകൂടെ പറയാം, ഈ സെലക്ഷൻ കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിയാണ് അധ്യക്ഷൻ, സംസ്ഥാന ആഭ്യന്തരമന്ത്രി, സംസ്ഥാന നിയമസഭാ സ്പീക്കർ, സംസ്ഥാന നിയമസഭ പ്രതിപക്ഷ നേതാവ് എന്നിവരാണ് സെലക്ഷൻ സമിതിയിലെ അംഗങ്ങൾ. ഇവിടെ ഒരു എക്സ്ട്രാ പോയിന്റ് പഠിക്കേണ്ടത്, ബൈക്യാമറൽ ലെജിസ്ലേച്ചർ, അതായത് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുള്ള സംസ്ഥാനത്തിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ ചെയർമാനും അതുപോലെ അവിടുത്തെ പ്രതിപക്ഷ നേതാവും ഈ ഒരു കമ്മിറ്റിയിൽ അംഗങ്ങളായിരിക്കും. ഓക്കെ, ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ ഈ 4 പേരാണ് സെലക്ഷൻ കമ്മിറ്റിയുള്ളത്. ആരൊക്കെ? മുഖ്യമന്ത്രി അധ്യക്ഷൻ, സംസ്ഥാന ആഭ്യന്തരമന്ത്രി, സംസ്ഥാന നിയമസഭാ സ്പീക്കർ, സംസ്ഥാന നിയമസഭാ പ്രതിപക്ഷ നേതാവ്. എന്നാൽ ചില സംസ്ഥാനങ്ങളിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുണ്ട്. അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ ചെയർമാനും അതുപോലെ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ പ്രതിപക്ഷ നേതാവും ഈ കമ്മിറ്റിയിൽ അംഗമായിരിക്കുമെന്ന് ഓർത്തു വയ്ക്കുക. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാനമാണ്. അപ്പോൾ നിയമിക്കുന്നത് ആരാ? ഈ 3 അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. അതുപോലെ നിയമിക്കുന്ന ആൾക്ക് തന്നെ വേണം എന്ത് ചെയ്യാൻ? രാജിക്കത്ത് കൊടുക്കാൻ. രാജിക്കത്ത് കൊടുക്കുന്നതും ഗവർണറാണ്. നിയമിക്കുന്നത് ഗവർണറാണെങ്കിൽ
നീക്കം ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. അതുപോലെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സംസ്ഥാന മന്ത്രിസഭയ്ക്കാണ്. ഓക്കെ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. രാജിക്കത്ത് കൊടുക്കേണ്ടതും ഗവർണർക്കാണ്. നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സംസ്ഥാന മന്ത്രിസഭയ്ക്കാണ്. അതുപോലെ ഈ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷം അഥവാ 70 വയസ്സ്. 3 വർഷം അഥവാ 70 വയസ്സാണ്. ഏതാണോ ആദ്യം പൂർത്തിയാകുന്നത് അത്. ഇനി ഇതുപോലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ പോലെ തന്നെ ഇവർക്കും എന്ത് ചെയ്യാൻ പാടില്ല? മറ്റു കേന്ദ്ര സംസ്ഥാന പദവികൾ വഹിക്കാൻ പാടില്ല. എന്നാൽ ഇവരെ ഈ ഒരു പോസ്റ്റിലേക്ക് തന്നെ, ഈ ഒരു സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളിലെ ആ ഒരു പോസ്റ്റിലേക്ക് തന്നെ പുനർവിന്യാസം നടത്താവുന്നതാണ്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത്, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരായിരുന്നു? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ എം പരീത് പിള്ളയാണ്. ഓക്കെ, എം പരീത് പിള്ളയാണ്. നിലവിൽ അലക്സാണ്ടർ തോമസ് ആണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. ഈ ഭാഗത്തിന് അടുത്തതായി പഠിക്കേണ്ടത് മനുഷ്യാവകാശ സംരക്ഷണ ഭേദഗതി നിയമത്തെക്കുറിച്ചാണ്. 2019 നിലവിൽ വന്ന മനുഷ്യാവകാശ സംരക്ഷണ ഭേദഗതി നിയമം. ഈ ബില്ല് ആദ്യം ലോകസഭയിലാണ് അവതരിപ്പിക്കപ്പെട്ടത്. അമിത് ഷായാണ് ലോകസഭയിൽ അവതരിപ്പിച്ചത്. 2019 ജൂലൈ 19 ലോകസഭ ഈ ബില്ല് പാസാക്കി. രാജ്യസഭ ബില്ല് പാസാക്കിയത് 2019 ജൂലൈ 22 രാഷ്ട്രപതിയുടെ അംഗീകാരം നേടിയത് 2019 ജൂലൈ 27. അങ്ങനെ 2019 ഓഗസ്റ്റ് 2 മനുഷ്യാവകാശ സംരക്ഷണ ഭേദഗതി നിയമം നിലവിൽ വന്നു. ഡേറ്റ് നോക്കാം. 2019 ഓഗസ്റ്റ് 2. അപ്പോൾ ഈ ഭേദഗതി നിയമം നിലവിൽ വന്നപ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായത്? മേജറായിട്ട് വന്നിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗസംഖ്യ 5 നിന്നും 6 ഉയർത്തി. നമ്മൾ പറഞ്ഞു അല്ലേ, 6 സ്ഥിരാംഗങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ആദ്യം ഈ 2019 മുന്നേ ഇത് 5 ആയിരുന്നു. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗസംഖ്യ 5 നിന്നും 6 ഉയർത്തി. ഓക്കെ, അടുത്ത പോയിന്റ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെയും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെയും ചെയർമാൻമാരുടെ കാലാവധി ആദ്യം 5 വർഷമായിരുന്നു. ഈ ഭേദഗതി നിയമം നിലവിൽ വന്നതോടുകൂടി അത് 5 നിന്ന് 3 വർഷമാക്കി കുറച്ചു. നമ്മൾ പറഞ്ഞില്ലേ, 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാൻ്റെ കാലാവധി എന്ന് പറയുന്നത്, അല്ലേ, അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭേദഗതി നിയമം വരുന്നതിന് മുൻപ് അത് 5 ആയിരുന്നു. ഇപ്പോൾ അത് 3 കുറച്ചു. അടുത്തത്, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ, അതുപോലെ ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ, ദേശീയ ഭിന്നശേഷി കമ്മീഷൻ അധ്യക്ഷൻ എന്നിവരെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളിൽ ഉൾപ്പെടുത്തി. എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ നമ്മളൊരു 7 പേരെ പഠിച്ചിരുന്നു അല്ലേ, 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ. ആദ്യം അതിൽ ആരൊക്കെ ഉണ്ടായില്ല? പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാനും ബാലാവകാശ കമ്മീഷൻ ചെയർമാനും ഭിന്നശേഷി കമ്മീഷൻ ചെയർമാനും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവരെ എന്ത് ചെയ്തു? ഈ 2019 ഭേദഗതി നിയമം അനുസരിച്ച് ഇവരെ കൂടി എക്സ് ഒഫീഷ്യോ അംഗങ്ങളിൽ ആഡ് ചെയ്തു. അതായത് നിലവിൽ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സിന്റെ എണ്ണം എത്രയാണ്? 7 ആണ് കേട്ടോ. ആദ്യം അത് 4 ആയിരുന്നു, ഇപ്പോൾ അത് 7 മാറ്റി. അടുത്തത്, റിട്ടയേർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് പുറമെ റിട്ടയേർഡ് സുപ്രീം കോടതി ചീഫ് ജഡ്ജിനും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആകാനുള്ള യോഗ്യതയിൽ ഉൾപ്പെടുത്തി. നമ്മൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനെ യോഗ്യത പറഞ്ഞപ്പോൾ പറഞ്ഞു റിട്ടയേർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജിന് എന്താവാം? NHRCയുടെ ചെയർമാൻ ആകാം. അത് ഈ ഭേദഗതി വന്നതോട് കൂടിയിട്ടാണ് അങ്ങനെ ഉൾപ്പെടുത്തിയത്, യോഗ്യത മാറിയത്. ഇനിയും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് വരുമ്പോൾ അവിടെയോ റിട്ടയേർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് പുറമെ റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജിനും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആകാനുള്ള യോഗ്യതയിൽ ഉൾപ്പെടുത്തി. ഇത് രണ്ടും ഈ ഭേദഗതി വന്നപ്പോഴുള്ള മാറ്റങ്ങളാണ്. ഇപ്പം നിലവിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. എന്തെല്ലാം മാറ്റങ്ങൾ വന്നു എന്നത് നമ്മൾ ഈ നിലവിലെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അതിൽ ഉൾക്കൊണ്ട് പോകും. പഴയ കാര്യങ്ങൾ നമ്മൾ നോക്കി വെക്കേണ്ടതില്ല. ഇത് മാത്രം ഒന്ന് ഓർത്ത് വയ്ക്കുക. ആദ്യം കാലാവധി 5 വർഷമായിരുന്നു. ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ കാലാവധി 3 വർഷം, അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാക്കി മാറ്റിയത്. അതൊന്ന് ഓർത്ത് വയ്ക്കുക, അത് ഇമ്പോർട്ടൻ്റാണ്.
ലോക മനുഷ്യാവകാശ ദിനവുമായി ബന്ധപ്പെട്ട് ഡിഗ്രി പ്രിലിംസ് ഫസ്റ്റ് സ്റ്റേജിനൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. 2024 ലോക മനുഷ്യാവകാശ ദിനത്തിന്റെ തീം എന്തായിരുന്നു? അവർ റൈറ്റ്സ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ എന്നുള്ളതാണ്. നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ എന്നുള്ളതായിരുന്നു 2024 ലോക മനുഷ്യാവകാശ ദിനത്തിന്റെ തീം. ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനം. 2025 തീം ഇതാണ്, റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഇൻ ഹിസ്റ്ററി എന്നുള്ളതാണ് 2025 ലോക മനുഷ്യാവകാശ ദിനത്തിന്റെ തീം, റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഇൻ ഹിസ്റ്ററി. ഇനി നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? വി രാമസുബ്രഹ്മണ്യനാണ് അല്ലേ? 9ാമത്തെ ചെയർമാനാണ് വി രാമസുബ്രഹ്മണ്യനാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ. അതുപോലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് നിലവിലെ SHRC സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ ചെയർമാൻ. ഇത്രയുമാണ് ഈ ഭാഗത്ത് നിന്ന് നമ്മൾ നോക്കിയിരിക്കേണ്ട ടോപ്പിക്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു തീർത്തിട്ടുണ്ട്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിന്റെ രൂപത്തിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.